ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ക്യാൻ, CAN, ക്യാൻ. അതിൻ്റെ പാസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കുഡ് എന്ന വാക്കാണ്, COULD, കുഡ്. അപ്പോൾ ക്യാൻ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസാണ്, കുഡ് എന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് ടെൻസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ അതിനും അപ്പുറം കുറേ അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഒക്കെ ക്യാൻ അല്ലെങ്കിൽ കുഡ് എന്ന വാക്കിനുണ്ട്. അതുകൊണ്ട് ക്യാൻ എന്ന വാക്ക് ചേർത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയണം, അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയും, അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയും, അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയും. ഹി ക്യാൻ ഡു ദാറ്റ്, ഹി ക്യാൻ ഡു ദാറ്റ്, ഹി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഹി എന്ന വാക്കിന് അവൻ, അയാൾ, അദ്ദേഹം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയും എന്ന് നമ്മളെങ്ങനെ പറയുക? ഹി ക്യാൻ ഡു ദാറ്റ്, ഹി ക്യാൻ ഡു ദാറ്റ്. അയാൾക്കത് അല്ലെങ്കിൽ അവന് അത് ചെയ്യുവാൻ കഴിയും. ഇനി അവന് അത് ചെയ്യുവാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയുക? ഹി കോൺട്ട് ഡു ദാറ്റ്. ഹി കോൺട്ട്, കനോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം. ഹി കോൺട്ട് ഡു ദാറ്റ്, ഹി കോൺട്ട് ഡു ദാറ്റ്. അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ രണ്ടും പറഞ്ഞല്ലോ, പോസിറ്റീവും പറഞ്ഞു നെഗറ്റീവും പറഞ്ഞു. ഹി ക്യാൻ ഡു ദാറ്റ്, അവന് അത് ചെയ്യുവാൻ കഴിയും. ഹി കോൺട്ട് ഡു ദാറ്റ്, അവന് അല്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യുവാൻ കഴിയില്ല. ഇനി നമുക്ക് ചോദിക്കണം, അവന് അത് ചെയ്യുവാൻ കഴിയുമോ അല്ലെങ്കിൽ അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയുമോ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹി ക്യാൻ എന്ന് പറഞ്ഞത് തിരിച്ച് എടുക്കുക. അപ്പോൾ ക്യാൻ ഹി ഡു ദാറ്റ്, ക്യാൻ ഹി ഡു ദാറ്റ്. മനസ്സിലായില്ലേ? ഹി ക്യാൻ എന്നുള്ളത് ക്യാൻ ഹി, ആദ്യം ഓക്സിലറി അല്ലെങ്കിൽ ക്യാൻ എന്ന വാക്ക് കൊണ്ടുവരിക, അതിനുശേഷം മാത്രം സബ്ജക്റ്റ് കൊണ്ടുവരിക. അപ്പോൾ ക്യാൻ ഹി ഡു ദാറ്റ്, അവന് അത് ചെയ്യുവാൻ കഴിയുമോ? ക്യാൻ ഹി ഡു ദാറ്റ്, അവന് അത് ചെയ്യുവാൻ കഴിയുമോ? നമുക്കൊരു പോസിറ്റീവ് ആൻസർ കൊടുക്കാം. അതെ, അവന് അത് ചെയ്യുവാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ പറയുക? ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? യെസ് ഹി ക്യാൻ, അതെ അയാൾക്കത് കഴിയും. യെസ് ഹി ക്യാൻ, അതെ അയാൾക്ക് അത് ചെയ്യുവാൻ കഴിയും. ഈ നെഗറ്റീവ് ആൻസർ ആണെങ്കിലോ? നോ ഹി കാൺട്ട്, കനോട്ട് എന്നും പറയാം. നോ ഹി കാൺട്ട്, ഇല്ല അയാളെ കൊണ്ട് അത് കഴിയില്ല. മനസ്സിലായില്ലേ? നോ ഹി കാൺട്ട്, ഇല്ല അയാൾക്ക് അത് കഴിയില്ല, അയാളെ കൊണ്ട് പറ്റില്ല, അയാളെ കൊണ്ട് സാധിക്കില്ല, അയാളത് ചെയ്യില്ല എന്നൊക്കെ അർത്ഥം. നമുക്കൊരു സെൻറ്റൻസ് കൂടെ അതുമായിട്ട് ചേർത്ത് എടുക്കാം നമുക്ക്. നോ വൺ ക്യാൻ ഡു ദാറ്റ്, ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. നോ വൺ ക്യാൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ നോ വൺ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് നൺ എന്ന് ചേർക്കാം. NONE സ്പെല്ലിംഗ്, NONE. അപ്പോൾ രണ്ട് രൂപത്തിലും പറയാം. നോ വൺ ക്യാൻ ഡു ദാറ്റ്, ആർക്കും അത് ചെയ്യുവാൻ കഴിയില്ല. നോ വൺ ക്യാൻ ഡു ദാറ്റ്. ആ സെയിം മീനിങ് തന്നെയാണ് നൺ ക്യാൻ ഡു ദാറ്റ്, ഒരാൾക്ക് പോലും അത് ചെയ്യുവാൻ കഴിയില്ല. അടുത്ത ഇതിലേക്ക് പോവുക. അപ്പോൾ ഈ ടൈപ്പിലെ കുറച്ച് സെൻറ്റൻസാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയും, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയും, ഉത്തരം പറയുവാൻ കഴിയും. അപ്പോൾ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കുക. ഹി ക്യാൻ ആൻസർ, ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഹി ക്യാൻ, അവന് കഴിയും. ആൻസർ എന്നുള്ളത് ഇവിടെ വെർബാണ്, നൗണായിട്ടും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്വസ്റ്റ്യൻ മീനിങ് ആ ചോദ്യം. ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം. അത് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കാം. ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ അല്ലെങ്കിൽ പറയുവാൻ കഴിയും, സാധിക്കും, പറ്റും എന്നൊക്കെ പറയുന്ന മീനിങ്. ഇനി അതിന് നെഗറ്റീവ് എടുത്താലോ? ഹി കാൺട്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ഹി കാൺട്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഹി കാൺട്ട് അല്ലെങ്കിൽ കനോട്ട്, ഹി കാൺട്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ആൻസർ നൽകാൻ കഴിയില്ല. ഇപ്പോൾ രണ്ടും ആയില്ലേ? ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയും. ഹി കാൺട്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയില്ല. ഇനി ചോദ്യം, ക്യാൻ ഹി ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ? ക്യാൻ ഹി, അവന് കഴിയുമോ? ഹി ക്യാൻ എന്ന് പറയുമ്പോൾ അവന് കഴിയും. അത് തിരിച്ചിട്ടാൽ എങ്ങനെയാണ്? ക്യാൻ ഹി, അവന് കഴിയുമോ? ക്യാൻ ഷീ, അവന് കഴിയുമോ? ക്യാൻ ദേ, അവർക്ക് കഴിയുമോ? ക്യാൻ യു,
നിനക്ക് കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ. അപ്പോൾ സെൻറ്റൻസിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയും. നെഗറ്റീവ്, ഹി കോണ്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. ഇത് നമ്മൾ എന്താ പറഞ്ഞത്? ക്യാൻ ഹി ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ഹി ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിയുമോ. പോസിറ്റീവ് ആൻസർ എന്താണ്? യെസ് ഹി ക്യാൻ, അതെ അവന് കഴിയും. യെസ് ഹി ക്യാൻ, യെസ് ഹി ക്യാൻ, അത്രയും മതി. യെസ് ഹി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പറയാതെ തന്നെ അതിൻ്റെ ആ ആശയം അവിടെ വന്നു കഴിഞ്ഞു. യെസ് ഹി ക്യാൻ, അതെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവന് കഴിയും. ഇനി നെഗറ്റീവ് ആണെങ്കിലോ? ഹി കോണ്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ഹി കോണ്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അവന് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോ വൺ ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ആർക്കും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല, ഒരാൾക്ക് പോലും കഴിയില്ല. നോ വൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ പൊതുവിൽ ആർക്കും എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, നോ വൺ ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ഒരാൾക്ക് പോലും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. നണ്ണാണെങ്കിലോ? നൺ ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ആർക്കും കഴിയില്ല ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക്. നമ്മൾ രണ്ടും സബ്ജക്റ്റ് ഹി ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മൾ ഇനി ഷീയിലേക്ക് പോകും. സബ്ജക്റ്റ് നമുക്ക് ഷീ ആക്കാം. ഷീ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, കണ്ണട എന്ന് പറയുമല്ലോ, നമ്മൾ ചുരുക്കിയ സ്പെക്ക് എന്ന് പറയുമല്ലോ, സ്പെക്ക്, SPECS, സ്പെക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഷീ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, ഗ്ലാസ് ഇല്ലാതെ അവൾക്ക് അല്ലെങ്കിൽ അവർക്ക് വായിക്കുവാൻ കഴിയും. അവരെന്ന് പറയുമ്പോൾ നമ്മൾ പ്രായമായ സ്ത്രീകൾ ചിലപ്പോൾ അവർ എന്നൊക്കെ വിശേഷിപ്പിക്കുമല്ലോ, ആ അർത്ഥത്തിലാണ് അവരെന്ന് പറഞ്ഞത്. ദേ എന്ന അർത്ഥത്തിലല്ല, ദൈവമാകാം. ഓക്കെ, അപ്പോൾ ഷീ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, അവർക്ക് ഗ്ലാസ് ഇല്ലാതെ വായിക്കുവാൻ കഴിയും, ഗ്ലാസ് ഇല്ലാതെ വായിക്കുവാൻ കഴിയും. നല്ല കാഴ്ചയുണ്ടെന്നാ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. ഷീ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്. നെഗറ്റീവ് എന്തുവാ? ഷീ കാണ്ട് റീഡ് വിതൗട്ട് സ്പെക്സ്, ഷീ കാണ്ട്, അവൾക്ക് അല്ലെങ്കിൽ അവർക്ക് കഴിയില്ല. ഷീ കാണ്ട് റീഡ് വിതൗട്ട് സ്പെക്സ്, സ്പെക്സ് ഇല്ലാതെ വായിക്കുവാൻ അവർക്ക് കഴിയില്ല. ആദ്യം പറഞ്ഞത് ഷീ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, സ്പെക്സ് ഇല്ലാതെ വായിക്കുവാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ഷീ കാണ്ട് റീഡ് വിതൗട്ട് സ്പെക്സ്, സ്പെക്സ് ഇല്ലാതെ അവർക്ക് വായിക്കുവാൻ കഴിയില്ല. ഇനി ചോദ്യം, ക്യാൻ ഷീ റീഡ് വിതൗട്ട് സ്പെക്സ്, ക്യാൻ ഷീ റീഡ്, അവർക്ക് വായിക്കുവാൻ കഴിയുമോ? ക്യാൻ ഷീ റീഡ് വിതൗട്ട് സ്പെക്സ്, സ്പെക്സ് ഇല്ലാതെ അവർക്ക് വായിക്കുവാൻ കഴിയുമോ? പോസിറ്റീവ് ആൻസർ അറിയാമല്ലോ, യെസ് ഷീ ക്യാൻ, അതെ അവർക്ക് കഴിയും. നെഗറ്റീവ് ആൻസർ അറിയാമല്ലോ, നോ ഷീ കാണ്ട്, ഇല്ല അവർക്ക് കഴിയില്ല അല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ എങ്ങനെ പറയാം? നോ വൺ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, നൺ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്. അങ്ങനെ പറയുമ്പോൾ പ്രായോഗികമായിട്ട് സെൻറ്റൻസ് തെറ്റാണെന്ന് പറയാം, കാരണം എല്ലാവരും സംബന്ധിച്ചത് ബാധകമല്ലല്ലോ. ആ സെൻറ്റൻസിൻ്റെ ഘടന നമ്മൾ പറഞ്ഞ ഘടന അനുസരിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക? നോ വൺ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, ഇല്ലെങ്കിൽ എന്ത് പറയാം? നൺ ക്യാൻ റീഡ് വിതൗട്ട് സ്പെക്സ്, സ്പെക്സ് ഇല്ലാതെ ആർക്കും എന്താ പറയുക, വായിക്കാൻ കഴിയില്ല എന്ന് പറയുക അല്ലേ. അടുത്ത സെൻറ്റൻസ്, മനു ക്യാൻ സഫർ പെയിൻ. മീനിങ് ഇതോ? സഫർ മീനിങ് അനുഭവിക്കുക, ദുരിതം അനുഭവിക്കുക, കഷ്ടപ്പാട്, യാതന, ഇതൊക്കെ അനുഭവിക്കുന്നത് എന്നാണ് അതിനെ വെർബായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ സഫറിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ദുരിതം, കഷ്ടപ്പാട്, യാതനകൾ, കെടുതികൾ, പ്രയാസങ്ങൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? മനു ക്യാൻ സഫർ പെയിൻ, മനുവിന് വേദന സഹിക്കുവാൻ കഴിയും. അപ്പം അതിനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് ഉണ്ട് എന്നർത്ഥം അല്ലേ. മനു ക്യാൻ സഫർ പെയിൻ, സഫർ പെയിൻ മീനിങ് വേദന അനുഭവിക്കുക അല്ലേ. അപ്പോൾ വേദന വന്നാൽ അത് താങ്ങാനുള്ള അല്ലെങ്കിൽ സഹിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് മീനിങ്. മനു ക്യാൻ സഫർ പെയിൻ, മനസ്സിലായല്ലോ. മനു ക്യാൻ സഫർ പെയിൻ. അതിൻ്റെ നെഗറ്റീവ് എന്തുവാ? മനു കാണ്ട് സഫർ പെയിൻ, മനു കാണ്ട് സഫർ പെയിൻ, മനുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മനു കാണ്ട് സഫർ പെയിൻ, മനുവിന് വേദന സഹിക്കുവാൻ പറ്റില്ല അല്ലേ. അപ്പോൾ രണ്ട് സെൻറ്റൻസ് ഏതൊക്കെയാണ്? മനു ക്യാൻ സഫർ പെയിൻ, മനുവിന് വേദന സഹിക്കുവാൻ കഴിയും, സാധിക്കും, പറ്റും. മനു കാണ്ട് സഫർ പെയിൻ, മനുവിന് വേദന സഹിക്കുവാൻ കഴിയില്ല. ഈ ചോദ്യം എങ്ങനെയാണ്? ക്യാൻ മനു സഫർ പെയിൻ അല്ലേ. ചോദ്യം വരുമ്പോൾ അതിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലുണ്ടാവണം. ക്യാൻ മനു സഫർ പെയിൻ, മനുവിന് വേദന സഹിക്കുവാൻ കഴിയുമോ? മനുവിന് വേദന സഹിക്കുവാൻ കഴിയുമോ?
ആൻസർ കൊടുത്താൽ എന്തെന്ന്? യെസ് മനുവാണാകുമ്പോൾ ഹി എന്നല്ലേ പറയുള്ളൂ, ഷി എന്ന് പറയില്ലല്ലോ. യെസ് ഹി ക്യാൻ, അതെ അവന് കഴിയും. മനു എന്ന് പറയണമെന്നില്ല. യെസ് ഹി ക്യാൻ, അതെ മനുവിന് കഴിയും. നെഗറ്റീവ് ആണെങ്കിലോ? നോ മനു കാൺട്ട് അല്ലെങ്കിൽ കനോട്ട്. നോ മനു കാൺട്ട്, ഇല്ല മനുവിനെ കൊണ്ട് കഴിയില്ല. ഓക്കെ, രണ്ടും എങ്ങനെയാണ്? യെസ് ഹി ക്യാൻ പോസിറ്റീവ്, നെഗറ്റീവ് എന്താണ്? നോ ഹി കാൺട്ട്. യെസ് ഹി ക്യാൻ പോസിറ്റീവ്, നോ ഹി കാൺട്ട് നെഗറ്റീവ്. ആദ്യം പറയുന്നതിൻ്റെ മീനിങ് മനുവിന് വേദന സഹിക്കുവാൻ കഴിയും. രണ്ടാമത് പറഞ്ഞതിൻ്റെ മീനിങ് മനുവിന് വേദന സഹിക്കുവാൻ കഴിയില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞോട് ചേർത്ത് എന്താ പറയുക? നോ വൺ ക്യാൻ സഫർ പെയിൻ, വേദന സഹിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. നോ വൺ ക്യാൻ സഫർ പെയിൻ, വേദന സഹിക്കുവാൻ ആർക്കും കഴിയില്ല, സാധിക്കില്ല, പറ്റില്ല. നൺ പറഞ്ഞാലും സെയിം മീനിങ്, ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. നൺ ക്യാൻ സഫർ പെയിൻ, നൺ ക്യാൻ സഫർ പെയിൻ, ആർക്കും വേദന സഹിക്കുവാൻ അല്ലെങ്കിൽ ഒരാൾക്ക് പോലും വേദന സഹിക്കുവാൻ കഴിയില്ല. അല്ലേ? നമുക്ക് അടുത്ത ഒരു സെൻറ്റൻസിലേക്ക് പോവാം. അവന് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ കഴിയും. അവന് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ പറ്റും, അല്ലെങ്കിൽ സാധിക്കും എന്നൊക്കെ പറയുന്ന മീനിങ്, കഴിവുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക്. നമ്മൾ അവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവൻ എന്നുള്ള നമുക്ക് അവർ എന്നാക്കി കളയാം. എത്ര പേരും ആയിക്കോട്ടെ. ഹി ആണെങ്കിൽ നമുക്ക് അത് വയ്ക്കാം, ഷീ ആണെങ്കിൽ അത് വയ്ക്കാം, ദേ ആണെങ്കിൽ അത് വയ്ക്കാം, പേരാണെങ്കിൽ അത് വയ്ക്കാം, മൈ ബ്രദർ എന്ന് വയ്ക്കാം, മൈ സിസ്റ്റർ എന്ന് വയ്ക്കാം, ഏത് വാക്കും വയ്ക്കാം. ആ വാക്ക് വയ്ക്കുന്നത് കൊണ്ട് ക്യാൻ എന്ന വാക്കിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വാക്ക് ചേർക്കാം. നമുക്ക് ദേ വയ്ക്കാം. അപ്പോൾ എന്താ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്? അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും, അല്ലേ? ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, അല്ലേ? ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇനി വേണമെങ്കിൽ ഒരു വാക്കുകൂടെ നമുക്കവിടെ ചേർക്കാം. ദേ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ കഴിയും. എടുത്തു പറയത്തക്ക വ്യത്യാസം രണ്ടും തമ്മിൽ ഇല്ല. നമ്മൾ പ്രത്യേകമായിട്ട് ചേർത്തത് ഇൻ എന്ന ഒരു വാക്ക് മാത്രമാണ്. എടുത്തു പറയത്തക്ക വ്യത്യാസമൊന്നും അതിലില്ല എന്നറിയുക. അപ്പോൾ രണ്ടും ഒന്ന് കേട്ടു നോക്കുക. ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയും. ദേ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ കഴിയും. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല ഭാഷകൾ അറിയാം എന്നുള്ള ഒരു സന്ദർഭത്തിൽ അത് പറയുക. നമ്മൾ സാധാരണ സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ വറിയിടാവേണ്ട ആവശ്യമില്ല. ഇനി വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് സാധാരണ സംസാര സന്ദർഭങ്ങളിൽ നമ്മൾ വറിയിടാവേണ്ട ആവശ്യമില്ല. സന്ദർഭം അനുസരിച്ച് അത് പറഞ്ഞാലും ഇല്ലെങ്കിലും വലിയ തെറ്റ് അല്ല എന്നറിയുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഇൻ ചേർക്കാതെയാണ് പറയുക. രണ്ട് ശരിയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറയുന്നത്? ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇൻ ചേർത്താലും തെറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എൻ്റെ നെഗറ്റീവ് എന്താ? ദേ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇനി ചേർത്താൽ എങ്ങനെയാണ്? ദേ കാൺട്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയില്ല. മീനിങ് വേറെ ഭാഷയിൽ ആണെങ്കിൽ സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർക്ക് കഴിയില്ല. രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ ദേ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, നെഗറ്റീവ് ദേ കാൺട്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് കഴിയില്ല. ഇനി നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ക്യാൻ ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ക്യാൻ ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. മീനിങ് എന്തുവാ? ക്യാൻ ആദ്യം വന്നപ്പോൾ ഓ എന്ന് അവസാനം വരണം മലയാളത്തിൽ പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനം. അപ്പോൾ ക്യാൻ ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ കഴിയുമോ, സാധിക്കുമോ, പറ്റുമോ? ക്യാൻ ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമോ? ഒരു ആൻസർ കൊടുത്താൽ എങ്ങനെയാണ്? യെസ് ദേ ക്യാൻ, അതെ അവർക്ക് കഴിയും. നോ ദേ കാൺട്ട്, ഇല്ല അവരെ കൊണ്ട് കഴിയില്ല. അല്ലേ? രണ്ട് ആൻസർ മനസ്സിലായല്ലോ. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റൻ നമ്മൾ സഹായക്രിയ കൊണ്ട് തുടങ്ങുമ്പോൾ ആ സെൻറ്റൻസ് യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ്, ഒരു ക്വസ്റ്റൻ ആണ് എന്നതിനേക്കാൾ ഉപരി യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ്, ഓക്സിലറി കൊണ്ടാണ് തുടങ്ങുക എന്നോർക്കുക. ക്യാൻ എന്നുള്ളത് ഓക്സിലറി കൂടിയാണല്ലോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ചോദ്യം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ക്യാൻ ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമോ? പോസിറ്റീവ് ആൻസർ യെസ് ദേ ക്യാൻ, അതെ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ അവർക്ക് കഴിയും. പിന്നെയോ നോ ദേ കാൺട്ട് ഓർ നോ ദേ കനോട്ട്, ഇല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ അവർക്ക് കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുകൂടെ ചേർത്താൽ എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? നോ വൺ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ ആർക്കും കഴിയില്ല, ആരെക്കൊണ്ടും കഴിയില്ല. നോ വൺ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ നൺ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്.
ആർക്കും കഴിയില്ല ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ എന്നർത്ഥം അല്ലേ? ഓക്കെ, താങ്ക്സ്.